ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് കളക്ഷൻസ് ആണ്. ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, പക്ഷേ ഉള്ള കളക്ഷൻസിൽ എല്ലാം പൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു കളറ്, വേറൊരു കളർ. അതിൻ്റെ മുമ്പേ കുറച്ച് ഞാൻ ഫോട്ടോസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പെട്ടെന്ന് തന്നെ നമുക്ക് പൂക്കൾ ഇടാനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓർക്കിഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ പൂക്കൾ തന്നെയാണ് അതിൻ്റെ ഭംഗി. എൻ്റെ കയ്യിലുള്ളത് ഡെൻഡ്രോബിയം വെറൈറ്റീസ് ആണ് കുറച്ചെണ്ണം ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെറിയ തൈകളായിരുന്നു വാങ്ങിയിട്ടുള്ളത്. അതായത് ചെറിയ പോട്ട് ഉണ്ടാകും, വളരെ ചെറുത്, അതിൽ നിറച്ചും ഹോൾസ് ഉണ്ടാകും. അങ്ങനത്തെ പോട്ടിൽ നിന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി വലിയ പോട്ടിലേക്ക് മാറ്റുക ചെയ്തത്. ആദ്യം എൻ്റെ പോട്ടിംഗ് മിക്സ്ചർ വെറും കൊക്കോപീറ്റിലായിരുന്നു കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ലാസ്റ്റിലേക്കാണിത് വീഡിയോ ഇട്ടിട്ടുള്ളത്. വെറും കൊക്കോപീറ്റിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പക്ഷേ അതിലും പൂക്കൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടിയും എനിക്ക് ആരോഗ്യം തോന്നിയിട്ടുള്ളത് ചകിരിത്തൊണ്ടും അതുപോലെ തന്നെ കരി അങ്ങനെയുള്ളൊരു പോട്ടിംഗ് മിക്സ്ചർ ചെയ്തപ്പം കുറച്ച് കൊക്കോപീറ്റും ഉണ്ടായിരുന്നു. അതിലാണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ചെടി ആരോഗ്യമായിട്ട് ഇങ്ങനെ ഇത്രയധികം പൂക്കൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട പോട്ട് അത്യാവശ്യം നല്ല ഹോൾസ് ഉള്ള പോട്ടായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്തത്. അതെന്താ വെച്ചാൽ അതിൻ്റെ റൂട്ട്സ് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് വരിക. അതായത് നല്ല വായു സഞ്ചാരം അതിന് വേണം. അതാണ് അതിൻ്റെ മെയിൻ ന്യൂട്രിയൻസ്. പിന്നെ ബിഗിനേഴ്സിനൊക്കെ ഉള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് എന്ത് മീഡിയമാണ് ഇതിന് വേണ്ടത്. ഒരിക്കലും മണ്ണിൽ ഇത് നടരുത് കേട്ടോ. മണ്ണിലൊന്നും ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അതിന് റൂട്ടിന് പുറത്തേക്ക് വരാനുള്ളൊരു സ്പേസ് കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മണ്ണിൻ്റെ ഉള്ളിലൊക്കെയാണ് നടുന്നത് വെച്ചാൽ ചെടി മൊത്തമായിട്ട് കേടായി പോകുന്നുള്ളത് ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ബെസ്റ്റ് പോട്ടിംഗ് മിക്സ്, അതായത് നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയൊരു ചെടി വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് പോട്ടിംഗ് മിക്സ് പറയുന്നത് ഇങ്ങനെ മരക്കഷ്ണങ്ങൾ, ചെറിയ കഷ്ണങ്ങൾ നമുക്കിപ്പം വാങ്ങിക്കാൻ കിട്ടും, ചെറിയ കഷ്ണങ്ങൾ. പിന്നെ കരി, പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് പെർലൈറ്റൊക്കെ യൂസ് ചെയ്യാം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കൊക്കോപീറ്റും. ഇത് മാത്രം മതി. അത്യാവശ്യം ഈർപ്പം അതിൽ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചാണ് ഈ ചകിരി തൊണ്ടുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വെള്ളം കൊടുക്കുന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കലും മേലെ നിന്ന് ഡയറക്റ്റായിട്ട് ചെടിയുടെ ഇലേൻ്റെ മേലേക്ക് വീഴുന്ന രീതിയിലൊന്നും വെള്ളം കൊടുക്കാൻ പാടില്ല. സ്പ്രേ ചെയ്ത് കൊടുക്കാം റൂട്ട്സിലേക്ക്. അല്ലെങ്കിൽ നമ്മൾ ഒരു 2-3 വീക്സ് കൂടുമ്പോൾ നമുക്ക് ഈ ഒരു പോട്ട് അങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം. അതായത് ഇലയിലേക്കൊന്നും വെള്ളം ആവാത്ത രീതിയിൽ നമ്മൾ ഇറക്കി വെച്ചിട്ട് പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ പൊക്കി എടുക്കാം. പിന്നെ അതിനുശേഷം പിന്നെ കുറേ ദിവസത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു വാൻഡ വെറൈറ്റിയാണ്. അങ്ങനെയാണ് നഴ്സറിയിൽ നിന്ന് അവർ പറഞ്ഞു തന്നിട്ട്. ഇതിൻ്റെ തന്നെ ഒരു മൊക്കാര എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം ഇത് വാൻഡയാണോ മൊക്കാറയാണോ. എന്താ വെച്ചാൽ അങ്ങനെ വാൻഡ എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇത് അത്യാവശ്യം മഴ കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. 2 പ്രാവശ്യം പൂ ഇട്ടു. ആദ്യത്തെ പൂ നല്ല വലിയ സ്റ്റമ്പായിരുന്നു കേട്ടോ. വലിയൊരു സ്റ്റോക്കിലായിരുന്നു പൂ വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ തവണ വിട്ടപ്പം നല്ല മഴ സമയത്തായിരുന്നു. പക്ഷേ അതിന് പൂ കുറേ കാലം നിന്നില്ല. അപ്പോൾ അത് പെട്ടെന്ന് കേടായിപ്പോയി. എന്ന് വെച്ചാൽ മഴ വീണിട്ട് വെള്ളം കൂടുതലായിട്ട് പെട്ടെന്ന് ആ പൂക്കൾ പെട്ടെന്ന് വേഗം കേടായി ചീത്തയായിപ്പോയി. അപ്പോൾ പൊസിഷനൊക്കെ ഞാൻ മാറ്റി അത്യാവശ്യം ഇങ്ങനെ ഒരു ഷെയ്ഡ് പോലത്തെ അത്യാവശ്യം വെയിലും കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു വാൻഡ വെറൈറ്റി ഞാൻ വെച്ചിട്ടുള്ളത്. ഞാനത് ജസ്റ്റ് അങ്ങനെ ലീവ് ഓഫ് ചെയ്ത് കേട്ടോ. ഒരു മരത്തിൻ്റെ മേലെ ജസ്റ്റ് കെട്ടി വെച്ചതാണ് മിക്സ്ചർ. അതായത് വെറും ഞാനൊരു കരിയും ചകിരിത്തൊണ്ടും മാത്രമാണ് അതിൻ്റെ അകത്ത് മീഡിയമായിട്ട് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, 2 സ്റ്റമ്പിൽ നിറച്ചും പൂക്കളായിരുന്നു കേട്ടോ. ഈ 2 സ്റ്റമ്പും ഇതാക്കിപ്പോൾ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് പൊസിഷൻ ഒന്ന് മാറ്റിയതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെക്കുന്ന പൊസിഷൻസൊക്കെ 2-3 തവണയൊക്കെ മാറ്റി പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇലേൻ്റെ മേലെ മഞ്ഞ കളർ കാണുന്നത്, അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട്സ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പൊസിഷൻസ് ഇടയ്ക്കിടയ്ക്ക് മാറ്റും. അതായത് ചെടീൻ്റെ ഒരു ഇത് നോക്കിയിട്ട് നമ്മൾ ആദ്യം പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പൊസിഷൻസ് മാറ്റുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് തട്ടാൻ പാടില്ല. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഡയറക്റ്റ് സൺലൈറ്റ് ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഇലയ്ക്ക് ബേൺ ആയി പോകും, ഇല പെട്ടെന്ന് കേടായി പോകും. ഉള്ളിലൊക്കെ ആണെങ്കിൽ വെക്കുന്നത് വെച്ചാൽ ശരിക്കും വിൻഡോൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെക്കുക. ഒരു മീഡിയം ലൈറ്റ്, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കുക. പിന്നെ കൊടുക്കേണ്ട ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ NPK 19-19-19. അതൊരു ലിറ്റർ വെള്ളത്തിൽ ആക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു 2-3 വീക്സ് വെയിറ്റ് ചെയ്താൽ തന്നെ കാണാൻ പറ്റും നമുക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനെ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പൂവാട്ടോ. അപ്പോൾ അതൊരു ടിക്ടോക്ക് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ അടുത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാത്തത് കാരണം ഇങ്ങനെ കറക്റ്റായിട്ട് ക്ലോസിൽ ഒന്നും എടുത്തിട്ടില്ല. അപ്പം അതാണ് ഇത്. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങൾക്ക് ബിഗിനിങ്ങിൽ കാണിച്ച ആ ചെടീൻ്റെ ഒരു സ്റ്റേജ് ആയിരുന്നു. പൂക്കൾ ഫസ്റ്റ് ഒറ്റ സ്റ്റോക്കേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് അത് ഗ്രാജുവലായിട്ട് അടുത്തടുത്ത് സ്റ്റോക്ക് വന്ന് നിറച്ചും പൂക്കൾ കാണാൻ പറ്റിയത്.
അത്യാവശ്യം ഷെയ്ഡ് കിട്ടുന്ന ഒരു ഏരിയയിലാണ് തോന്നുന്നു ഈ ഒരു ചെടി കുറച്ചും കൂടി കംഫർട്ടബിൾ കേട്ടോ. ഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടിയ സമയത്തൊക്കെ എനിക്ക് അനുഭവം വന്നിട്ടുണ്ട്, ഇലകളൊക്കെ മഞ്ഞ കളറ്. അപ്പോൾ അതൊന്നും മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ആ പോട്ടിങ് മീഡിയം ഒന്ന് ശ്രദ്ധിക്കുക. ഈസി ആയിട്ട് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സിനൊക്കെ നല്ലതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ഭയങ്കര കെയറിങ് വേണ്ട, എന്നാലേറ്റവും നമ്മൾ ഇടയ്ക്കൊന്ന് പോയി നോക്കും ചെയ്യണം അതിൻ്റെ അകത്ത് പുതിയത് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് തിങ്ങി നിറഞ്ഞ് ഇതുപോലെ തൈകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിന് സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അത്യാവശ്യം നല്ല വെന്റിലേഷൻ കിട്ടുന്ന ഒരു പോട്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡ്രെയിനേജും വേണം. അപ്പോൾ അതൊക്കെ മാത്രമാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു ചെടീൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, നിറച്ചും പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് പൊസിഷൻ മാറ്റിയതാട്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. പിന്നെ നല്ല ഹൈറ്റിലാണ്. അപ്പോൾ അതാണ് എനിക്ക് ഉള്ളിലേക്ക് അങ്ങനെ ഞാനിപ്പോൾ ഇതൊരു സ്റ്റൂളിൻ്റെ മേലെയൊക്കെ കയറിയിട്ടാണ് ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ കഴിയുന്നതും നമ്മൾ എത്തുന്നൊരു സ്ഥലത്ത് വെക്കുക. എന്താ വെച്ചാൽ ചെടീൻ്റെ ഇലേൻ്റെ മേലൊക്കെ വരുന്ന ഒരു ഇത് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കണം എങ്കിൽ നമ്മൾ അത്യാവശ്യം നമുക്ക് കയ്യെത്തുന്നൊരു സ്ഥലത്ത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ചിലപ്പം നമ്മൾ ഉള്ളിലൊക്കെ ഉള്ളിലൊക്കെ ഇറക്കി വെക്കും. നല്ല ഭംഗിയുള്ള പോട്ട്സിലേക്കൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ പോട്ട്സിലൊക്കെ ഇറക്കി വെക്കും. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി കിടക്കണ്ടോ എന്നൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ചീച്ചിൽ കൊടുക്കുക റൂട്ട്സിനെ. ഒച്ച് അതുപോലെ തന്നെ എന്തെങ്കിലും പെസ്റ്റുകളൊക്കെ വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെ കാണുന്ന റൂട്ട്സ് ഒന്നും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത് ഫോട്ടോയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം തന്നെ പൂക്കൾ വിരിഞ്ഞതാണ്. അപ്പം ആ ഒരു സെയിം പോട്ടാണ് ഇപ്പോൾ ഇത്. അതിൻ്റെ അകത്ത് വെറും ചകിരിച്ചോറാണ് ഉള്ളത്. വേറെ ഒരു മീഡിയം അതിൻ്റെ അകത്ത് ഇല്ല. അതായത് തൊണ്ട് കഷ്ണങ്ങളോ ഒന്നുമില്ല, കരിയൊന്നുമില്ല, വെറും ചകിരിച്ചോറ്. അത് കണ്ട ആ ഉണങ്ങിയ സ്റ്റോക്കാണത്. അപ്പം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചകിരിച്ചോറ് എന്നുള്ള ആ ഒരു മീഡിയം വേണ്ട. അത് ശരിക്കും നമ്മൾ മാറ്റിയേ പറ്റൂ. എന്നാൽ മാത്രമേ ചെടിക്ക് അത്യാവശ്യം നല്ല ആരോഗ്യവും ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൽ എക്സിസ്റ്റായി നിന്നിട്ടുണ്ട് ഇത്രയും കാലം ചെടി. പക്ഷേ പുതിയതായിട്ട് പൂക്കൾ വന്നിട്ടില്ല. ഈവൻ ദോ ഞാൻ ഈ NPK ഒക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പോട്ടിങ് മീഡിയം ഞാൻ മാറ്റണം. ഈ ഒരു പോട്ടിലായിരുന്നു ഞാൻ ആ മഞ്ഞ പൂ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് സെയിം പോട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് നോക്കാം, അതിൻ്റെ അകത്ത് പൂക്കൾ ഒന്നും പിന്നെ വന്നിട്ടില്ല. പക്ഷെ ഒരുപാട് തൈകൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇതിനെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. പുതിയ തൈകളൊക്കെ കൂടുതലായിട്ട് വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു മീഡിയമാണ് ബെസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇതിൻ്റെ ഒരു റീപോട്ടിംഗ് ഒക്കെ ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോസിലായിട്ട് പിന്നെ ഗ്രാജുവലായിട്ട് കാണിക്കാം. അതിൻ്റെ ഗ്രോത്തും പിന്നെ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൂക്കളും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.